In which year the poem was written? 1819. 1790. Okay, 1890. ഓക്കെ, ഇതിനെപ്പറ്റി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാമോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ. ഇറ്റ് ഈസ് ഓഫ്റ്റൻ ഇന്റർപ്രറ്റഡ് ആസ് meditation on death. അല്ലേ? അദ്ദേഹം മരിക്കുന്നതിന്റെ 2 വർഷം മുമ്പാണ്. സോ 1821 25-ാമത്തെ വയസ്സിൽ ജോൺ കീറ്റ്സ് മരണപ്പെടുന്നത്. അതിന് മുമ്പ് എഴുതിയ ഒരു പോമാണ് ഇത്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ മെഡിറ്റേഷൻ ഓൺ ഡെത്ത് എന്ന് ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ ഓൾറെഡി വി ഹാവ് സീൻ. Now let us move to the second stanza. Can you see the screen? Yes. Okay, if you have your textbook, it's very nice, and with your notebook better, and with your mental presence best. സോ നമ്മൾ നിങ്ങളുടെ മുഴുവൻ സാന്നിധ്യവും പ്രതീക്ഷിക്കുകയാണ്. സെക്കൻഡ് സ്റ്റാൻസയിലൂടെ ലെറ്റ് us just move on. So who has not seen thee oft amid thy store? ഓട്ടം സീസണെ അഡ്രസ് ചെയ്തുകൊണ്ട് അതിന് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ഓഡാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഓഡ് as you all know, ode is a lyrical poem glorifying a person or an event or anything like that. Okay, so who has not seen thee often amid thy store? ആരാണ് നിന്നെ കാണാത്തത്? Muhammad Naf, hello, please unmute. Sorry, mute. Please mute. Okay. Who has not seen thee often amid thy store? നിന്നെ ഈ സ്റ്റോറിൽ കാണാത്തവർ ആരുണ്ട്? സോ ഓട്ടം സീസണ് നമ്മൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഓട്ടം കണ്ടിട്ടുണ്ടോ? നമ്മൾ 4 സീസൺസിനെ കുറിച്ച് പറഞ്ഞു. സ്പ്രിങ്, സമ്മർ, ഓട്ടം. സോ ഓട്ടം സീസണിന്റെ പ്രത്യേകത നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവിടെ നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം റൈപ്പൻ, അതായത് പാകമാവുന്ന കാലഘട്ടമാണ്. ഇനിയും അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ കണ്ടു. നൗ വി ആർ മൂവിംഗ് ടു ദ സെക്കൻഡ് സ്റ്റാൻസ്. Who has not seen thee oft amid thy store? Sometimes whoever seeks abroad may find thee sitting careless on a granary floor. ഒരുപക്ഷെ പുറത്തിരിക്കുന്നവര്, വിദേശികൾ പോലും ഒരുപക്ഷെ നിന്നെ കാണുന്നുണ്ടാവും. എവിടെ? ഹൗ ദേ ആർ ലുക്കിംഗ് അറ്റ് യു. ഓട്ടം സീസണെ കുറിച്ച് പറയാണ്. നിങ്ങൾ സ്റ്റോറിലിരിക്കുന്നത് ഈവൻ ഔട്ട്സൈഡേഴ്സിന് പോലും കാണാൻ പറ്റും. ദ സിറ്റിംഗ് കെയർലെസ് ഓൺ എ ഗ്രാനറി ഫ്ലോർ, ദൈ ഹെയർ സോഫ്റ്റ് ലിഫ്റ്റഡ് ബൈ ദ വിനോയിങ് വിൻഡ്. വിനോയിങ് വിൻഡിലൂടെ, നമ്മളിത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലല്ലോ സെക്കൻഡ് സ്റ്റാൻസ. ഒരു വിനോയിങ് വിൻഡ് നമ്മൾ സാധാരണ പഴയ കാലത്തൊക്കെ ഒരു കാണുന്ന കാഴ്ചയാണ്. നമ്മൾ ഹാർവെസ്റ്റിംഗ് ടൈമില് നെല്ലൊക്കെ കൊയ്തതിന് ശേഷം അതിന്റെ ഹസ്ക്, അതിന്റെ മുകളിലുള്ള തൊലിയെല്ലാം കളഞ്ഞ് പിന്നെ വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ അത് താഴോട്ട് ഇങ്ങനെ ചൊരിഞ്ഞു കൊടുക്കുന്നു. പുറകെ നിന്നുകൊണ്ട് ഒരാൾ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് വി ആർ ഗെറ്റിംഗ് സച്ച് ആൻ ഇമേജ് ഹിയർ. ഇവിടെ വീശുന്നത് കാറ്റാണ്, വിൻഡാണ്. സോ ദ ഹെയർ സോഫ്റ്റ് ലിഫ്റ്റഡ് ബൈ ദ വിൻഡ്.
വിനോയിങ് വിൻഡ് നിങ്ങളുടെ ഹെയറിനെ ലിഫ്റ്റ് ചെയ്യുന്നു, കാറ്റത്ത് മുടി പറന്നു പോകുന്നു എന്നാണ്. സോ ഓർ ഹാഫ് റീപ്ഡ് ഫറോ സൗണ്ട് അസ്ലീപ്, പകുതി റീപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഫറോ പോലെ അസ്ലീപ്പ് ഇരിക്കുന്നു. ഓട്ടം സീസണെ അഡ്രസ് ചെയ്തുകൊണ്ട് പറയാണ് ഡ്രൗസ്ഡ് വിത്ത് ദ ഫ്യൂം ഓഫ് പോപ്പീസ്. ഒരു തരം ഡ്രൗസി സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നു. ഡ്രൗസി സ്റ്റേറ്റ് മീൻസ്, ഡ്രൗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അല്പം മയക്കത്തിലിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മള് ലഹരിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ there will be in a drowsy. If you are half asleep you will be drowsy. നമ്മൾ ഒരു ഹാഫ് അസ്ലീപ്പ് ആയിരിക്കുന്ന ഒരു മൂഡ്. സോ വിത്ത് ദ ഫ്യൂം ഓഫ് പോപ്പീസ്, പോപ്പീസ് എന്ന് പറയുന്ന പ്ലാന്റ്സിൽ നിന്ന് അതിന്റെ സ്മെല്ലടിച്ചുകൊണ്ട് ഡ്രൗസ്ഡ് ആയിട്ട് ഇരിക്കുകയാണോ നിങ്ങൾ. വൈൽ ദേ ഹുക്ക് സ്പെയർസ് ദ നെക്സ്റ്റ് സ്വാഡ് ആൻഡ് ഓൾ ഇറ്റ്സ് ട്വൈൻഡ് ഫ്ലവേഴ്സ്. ഈ ഫ്ലവേഴ്സിനെ ചുറ്റിത്തിരിഞ്ഞിരിക്കുന്ന ഫ്ലവേഴ്സിനെയും നോക്കിക്കൊണ്ട് thy hair soft lifted by the winnowing wind or on half reaped furrow sound asleep. ഒരുപക്ഷെ മാളത്തില് പകുതി സ്ലീപ്പായി കിടക്കുന്ന, ഡ്രൗസി ആയിരിക്കുന്ന, വിത്ത് ദ ഫ്യൂം ഓഫ് പോപ്പീസ്, പോപ്പി ഫ്ലവേഴ്സിന്റെ കൊണ്ട്, പോപ്പി ഫ്ലവേഴ്സിന്റെ സ്മെല്ലടിച്ചിട്ട് ഡ്രൗസി ഫീലിംഗിൽ കിടക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഇവിടെ ഓട്ടം സീസണെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പോയറ്റ്. സോ സ്പെയർസ് ദ നെക്സ്റ്റ് സ്വാത്ത് ആൻഡ് ഓൾ ഇറ്റ്സ് ട്വൈൻഡ് ഫ്ലവേഴ്സ്. ഇതിനെല്ലാം സ്പെയർ ചെയ്തുകൊണ്ട് ട്വൈൻഡ് ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സ് നിന്നെ ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്. സോ അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് സംടൈംസ് ലൈക്ക് എ ഗ്ലീനർ ദൗ ഡസ് കീപ് ആൻഡ് സംടൈംസ് ദൗ യു ആർ. ദൗ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ഓൾഡ് സ്റ്റൈലാണ്, അല്ലെങ്കിൽ ദൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ എന്നാണ് പറയുക. ദൗ മീൻസ് യു എന്നാണ് അതിന്റെ അർത്ഥം. Okay, so the spares the next swath and all its twined flowers and sometimes like a gleaner thou dost keep. ചിലപ്പോൾ ഒരു കളക്ടറെ പോലെ, സാധനങ്ങള് വസ്തുക്കളെ ശേഖരിക്കുന്ന ഒരാളെ പോലെയാണ് നിന്നെ ഞാൻ കാണുന്നത്. സ്റ്റഡി ദൈ ലാഡൻ ഹെഡ് അക്രോസ് എ ബ്രൂക്ക്, വളരെ സ്റ്റഡി ആയിട്ട് നിന്റെ തല വെച്ചുകൊണ്ട് ഒരു നദിക്കരയിൽ, ഒരു അരുവിയുടെ വശത്തേക്ക്. ഓർ ബൈ എ സെഡാർ പ്രസ് വിത്ത് പേഷ്യന്റ് ലുക്ക്, അല്ലെങ്കിൽ ആപ്പിൾ ജ്യൂസിനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിനെ ആപ്പിൾ ജ്യൂസ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്, താഴോട്ട് ഒഴുകുന്നത് കാണാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ഒരാളെ പോലെ. ആൻഡ് thou watchest the last oozings hours by hours. അതിൽ നിന്ന് സിഡാർ പ്രസിൽ നിന്നും ആപ്പിൾ ജ്യൂസ് ഇങ്ങനെ താഴോട്ട് താഴോട്ട് ഇങ്ങനെ ഊർന്നിറങ്ങുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഓട്ടം സീസണെ ഒരു പേഴ്സോണിഫിക്കേഷൻ ആണ്. ദ ഹോൾ സ്റ്റാൻസ ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് പേഴ്സോണിഫിക്കേഷൻ. ഒരു വ്യക്തിയായിട്ട്, ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റിനെ ഒരു ലിവിങ് ഒബ്ജക്റ്റ് ആയിക്കൊണ്ട് പ്രസന്റ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. ഇവിടെ പോയിട്ട് ഓട്ടം സീസൺ അഡ്രസ് ചെയ്യുന്നത് ഒരു പേഴ്സണെ അഡ്രസ് ചെയ്യുന്നത് പോലെയാണ്. സോ ദിസ് ഈസ് വാട്ട് ഈസ് പേഴ്സോൺ, ദിസ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് പേഴ്സോണിഫിക്കേഷൻ. നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസയില് ഇതുപോലെ ഒരു എക്സാമ്പിള്, നമ്മുടെ ഫസ്റ്റ് 2 ലൈൻസ് if you check you can find an example of personification. ആർക്കെങ്കിലും പറയാമോ? ഫസ്റ്റ് സ്റ്റാൻസ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. അതിനകത്ത് ഒരു പേഴ്സോണിഫിക്കേഷൻ, ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് ഒരു നോൺ ലിവിങ് സാധനത്തെ ലിവിങ് വസ്തുവായിട്ട്, ജീവനുള്ള വസ്തുവായിട്ട് കണ്ടുകൊണ്ട്, ഇമാജിൻ ചെയ്തുകൊണ്ട് അതിനെ അഡ്രസ് ചെയ്യുന്ന രീതിയാണ് പേഴ്സോണിഫിക്കേഷൻ. ഫസ്റ്റ് സ്റ്റാൻസ യെസ് വെരി ഗുഡ്. ആരാ പറഞ്ഞത്? രേഷ്മ. അതും രേഷ്മ തന്നെയാ പറഞ്ഞല്ലേ, വെരി ഗുഡ്. അപ്പൊ അവിടെ ഫസ്റ്റ് 2 ലൈൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ the second stanza, the whole stanza is presented as
എ പെർസോണിഫിക്കേഷൻ, ആൻ ഇൻസ്റ്റൻസ് ഓഫ് പെർസോണിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇതിലും ഒരു പിന്നെ മുടിയഴിച്ചു നിൽക്കുന്ന ഒരു ഗോഡസിനെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ, അതുപോലെ ഒരു ദേവതയുടെ ചിത്രമാണ് നമുക്ക് ഇവിടെ സെക്കൻഡ് സ്റ്റാൻസയിലൂടെ പോയിട്ട് അവതരിപ്പിക്കുന്നത്. ഹീസ് ഓൾസോ ഇവിടെയും ഈ സീസണെ തന്നെയാണ് നമ്മളോട് അഡ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ലെറ്റ് us മൂവ് ടു ദ തേർഡ് സ്റ്റാൻസ. വേർ ആർ ദ സോങ്സ് ഓഫ് സ്പ്രിംഗ്? ഇവിടെ പോയി ഈ സ്പ്രിംഗ് സീസണിന്റെ സംഗീതമെല്ലാം എവിടെ പോയി? വേർ ആർ ദേ? എവിടെയാണ് അവയെല്ലാം? തിങ്ക് നോട്ട് ഓഫ് ദം, thou has thy music too. സ്പ്രിംഗ് സീസൺ എന്ന് പറയുമ്പോൾ വസന്തകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്രൈറ്റ് ആയി, വളരെ പ്ലസന്റ് ആയി നിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഇവിടെ സ്പ്രിംഗ് ഓട്ടം സീസണോട് ചോദിക്കുന്നു, വേർ ആർ ദ സോങ്സ് ഓഫ് സ്പ്രിംഗ്? വേർ ആർ ദേ? എവിടെ പോയി ആ വസന്തകാലത്തിന്റെ സംഗീതം? തിങ്ക് നോട്ട് ഓഫ് ദം, അവയെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട. thou has thy music too, നിനക്ക് നിന്റെ മ്യൂസിക് തന്നെയുണ്ട്. ഓട്ടം സീസൺ, ഓരോ സീസണും അതിൻ്റെതായ മ്യൂസിക് ഉണ്ട്. സോ വൈൽ ബാർഡ് ക്ലൗഡ്സ് ബ്ലൂം ദ സോഫ്റ്റ് ഡൈയിങ് ഡേ. ആകെ ബാർ ചെയ്യപ്പെട്ടിരിക്കുന്ന ക്ലൗഡ്സ്, നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോ ക്ലൗഡി ആയിരിക്കുകയാണ്. അവിടെ ക്ലൗഡ്, അതായത് മേഘം മഴ പെയ്യാൻ വേണ്ടി സോഫ്റ്റ്, വൈൽ ബാർഡ് ക്ലൗഡ്സ്, ക്ലൗഡ്സിനെ അവിടെ ബാർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോഫ്റ്റ് ഡൈയിങ് ഡേ, വളരെ സോഫ്റ്റായി മരിച്ചുകൊണ്ടിരിക്കുന്ന ദിവസത്തെ എന്നതുപോലെ. ആൻഡ് ടച്ച് ദ സ്റ്റബിൾ പ്ലെയിൻസ് വിത്ത് റോസി ഹ്യൂ. അതായത് ഓട്ടം സീസൺ ആയതുകൊണ്ട് തന്നെ മഴയെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുക. മഴയില്ലല്ലോ, ചൂടുകാലമല്ലേ, അവിടെ മിസ്റ്റ് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അതുപോലെ ആൻഡ് ടച്ച് ദ സ്റ്റബിൾ പ്ലെയിൻസ് വിത്ത് റോസി ഹ്യൂ. ഇനി താഴോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പുല്ല് അല്പം മഞ്ഞ കളറിൽ, റോസ് കളറിൽ ഒക്കെ, അതായത് വെയില് ഏറ്റുകൊണ്ട് കളർ മാറി നിൽക്കുന്ന ഗ്രാസിനെയാണ് ഇവിടെ അദ്ദേഹം റോസി ഹ്യൂ, റോസ് കളർ എന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. Then in a wailful choir the small gnats mourn. വളരെ ദുഃഖത്തോടുകൂടിയുള്ള ചീവീടുകളുടെ കരച്ചിലും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു ഈ സമയത്ത്. സോ വെയിൽഫുൾ ക്വയർ എന്ന് പറയുന്നത് വളരെ മോൺഫുൾ ആയിട്ടുള്ള ഒരു കൂട്ടത്തോടെയുള്ള സംഗീതത്തെയാണ് ഉദ്ദേശിക്കുന്നത്. And who is giving out that music? The small gnats. കൊച്ചു കൊച്ചു ഇൻസെക്ട്സിന്റെ ശബ്ദം നമുക്ക് ഈ ഓട്ടം സീസണിൽ കേൾക്കാമല്ലോ, അതാണ് ഇവിടെ വിവരിക്കുന്നത്. Among the river swallows borne aloft. ഈ റിവർ സൈഡിൽ നമുക്ക്, വളരെ ആഴമില്ലാത്ത റിവർ സൈഡിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഓർ സിംഗിങ് ആസ് ദ ലൈറ്റ് വിൻഡ് ലിവ്സ് ഓർ ഡൈസ്. വളരെ ലൈറ്റ് വിൻഡ് ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു, വരികയും പോവുകയും ചെയ്യുന്നു. ആൻഡ് ഫുൾ ഗ്രോൺ ലാംസ് ലൗഡ് ബ്ലീറ്റ് ഫ്രം ഹില്ലി ബോൺ. അതുപോലെ ലാംസിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ അങ്ങ് മലമുകളിൽ നിന്നും ലാമ്പിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നു. ഹെഡ്ജ് ക്രിക്കറ്റ് സിംഗ്സ്. മതിലുകളിൽ നിന്ന് ഈ വൃക്ഷങ്ങൾ, അതായത് പ്ലാന്റ്സിനെ കൊണ്ട് നമ്മൾ പഴയ കാലത്തൊക്കെ നമുക്ക് കാണാറുണ്ട്, വേലി കെട്ടിയിട്ട് ആ വേലിയുടെ മുകളിലൂടെ കൊച്ചു കൊച്ചു ചെടികൾ ഇങ്ങനെ തീർക്കുന്ന വാൾ, മതില്, അങ്ങനെയുള്ള ഒരു, അതിനാണ് ഹെഡ്ജ് ക്രിക്കറ്റ്സ് സിംഗ്. ആൻഡ് നൗ വിത്ത് ട്രബിൾ സോഫ്റ്റ്. ഇപ്പോൾ വളരെ ട്രബിൾസം ആയിട്ട്, വളരെ സോഫ്റ്റ് ആയിട്ട്. അതേസമയം മക്കളെ, നിങ്ങൾ പിന്നെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. അത്യാവശ്യം സംസാരിക്കേണ്ട സമയത്ത് മാത്രം, മ്യൂട്ട് ചെയ്യണേ. ഒന്ന് സംസാരിക്കേണ്ട സമയത്ത് മാത്രം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പോൾ അത് ഹെഡ്ജ് ക്രിക്കറ്റ് സിംഗ്, ഹെഡ്ജ് ക്രിക്കറ്റ്. അപ്പോ മതിലുകളില് നമ്മൾ ഫെൻസ് ഉണ്ടല്ലോ, ഫെൻസ് എന്താ പറയാ, വേലിയിൽ ആ വേലി കെട്ടിയിരിക്കുന്നതിൽ നിറച്ചും പിന്നെ ഗ്രാസ് ഉണ്ട്, അവിടെ ക്രിക്കറ്റ് ഉണ്ട്, പിന്നെ
അവയുടെ കരച്ചിൽ, അവരുടെ സംഗീതം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. So the red breast whistles from a garden croft and gathering shallows twitter in the skies. നമുക്ക് ഇവിടെ കൊച്ചു കൊച്ചു ജീവജാലങ്ങളുടെ ശബ്ദം, കരച്ചിലുകൾ, ഇതിനെയൊക്കെയാണ് പോയിട്ട് ഈ ഒരു ലാസ്റ്റ് സ്റ്റാൻസയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ഓഡ് ടു ഓട്ടമിന്റെ തേർഡ് സ്റ്റാൻസയും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങള് പിന്നെ ഈ ഡിവൈസ് ഓൺ ചെയ്തിട്ട് നിങ്ങൾ പുറത്തു വല്ല എൻഗേജ്മെന്റ്സിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ പതിക്കൊന്ന് നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ആ ശബ്ദം മുഴുവനും നമ്മളെ മൊത്തം സ്റ്റുഡൻസിനെയാണ് അഫക്റ്റ് ചെയ്യുക. ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഈ ടെക്സ്റ്റിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതൊന്ന് വായിച്ചിട്ട് അതിന്റെ ആൻസേഴ്സ് കണ്ടെത്തിയിട്ട് വരിക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതൊന്ന് ലൈവായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാത്തതോ മനസ്സിലാവാത്തോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസും നിങ്ങൾ റെഡി ആയിട്ട് തയ്യാറായിട്ട് വരിക. ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകണമെങ്കിൽ ഓൾറെഡി നിങ്ങൾ നല്ലപോലെ വായിക്കുകയും അതിലെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്ര ആൻസേഴ്സ് നിങ്ങൾക്ക് അതിൽ നിന്നും വായിക്കുമ്പോൾ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഏതാണ് കിട്ടാത്തത്, ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ലൈവ് ക്ലാസ്സിൽ ആവാം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, റെഡി? ഓക്കെ, നിങ്ങളുടെയൊക്കെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഇതില് നിങ്ങൾക്ക് എക്സസൈസസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റിന് ശേഷം കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് ഇല്ല. അപ്പൊ ഇല്ലാത്തവര് ഒരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഫ്രണ്ട്സിനോട് നമ്മൾ ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് ടെക്സ്റ്റ് ഉള്ളവര് അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. കഴിയുന്നതും നേരത്തെ നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതിനുള്ള ഒരു സംവിധാനം, ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ. എവിടെയെങ്കിലുമൊക്കെ ടെക്സ്റ്റിന്റെ കോപ്പി കാണും, ഒന്ന് സെർച്ച് ചെയ്യാം. കിട്ടിയില്ലെങ്കിൽ പിന്നെ മറ്റു വഴി ഇത് തന്നെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിൽ നിന്നും അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതൊന്ന് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ ഉള്ളവര് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആരെങ്കിലും ഒരാളൊന്ന് വായിക്കാമോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് അതൊന്ന് വായിച്ചോളൂ. ആരുടെ കയ്യിൽ പുസ്തകം ഉള്ളവര് ഒരാള്. ആരാണ്? ഞാൻ പേര് വിളിച്ചാല് നിങ്ങളെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഹന്നത്ത് ആണോ വായിക്കുന്നത് ക്വസ്റ്റ്യൻ? ആരെങ്കിലും ഒരാള് വേഗം വായിക്കണേ, നമ്മളെ സമയം. ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ അങ്ങ് വായിച്ചാൽ മതി. In which year was the Ode to Anthem written? Okay, in which year was the Ode to Autumn written? ഏത് വർഷമാണ് Ode to Autumn എഴുതപ്പെട്ടിട്ടുള്ളത് എന്നാണ് അല്ലേ? Year was Ode to Autumn written. ആൻസർ പറഞ്ഞോളൂ. ഇപ്പൊ നമ്മള് നേരത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയും ആൻസർ പറയുകയും ചെയ്തതാണല്ലോ ഓൾറെഡി അല്ലേ? അപ്പൊ 1819. Okay, with whom was Keats engaged in 1819? 1890 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആരുമായിട്ടാണ് എൻഗേജ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്?
Fanny Brown. ഫാനി ബ്രൗൺ. അത് ഓക്കെ, ഞങ്ങൾ ടെക്സ്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനിവേ ഏതായാലും ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, the third one, the figure of speech used in the line the bosom front of the maturing sun. അതിൽ ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? Personification. Personification. ഓക്കെ, വെരി ഗുഡ്. മെറ്റഫർ. മെറ്റഫർ അല്ല മോനെ, പേഴ്സോണിഫിക്കേഷൻ ആണ്. ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ലൈൻ ബോസം ഫ്രണ്ട് ഓഫ് മെച്ചുറിങ് സൺ. ഓക്കെ, പിന്നെ മെറ്റഫറും പേഴ്സോണിഫിക്കേഷനും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റിനെ പിന്നെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ, അതായത് അവരോട് ഡയറക്റ്റ് സംസാരിക്കുന്ന രീതിയിൽ പറയുമ്പോൾ, അതിനെക്കുറിച്ച് നേരിട്ട് പറയുന്ന ഒരു സ്റ്റൈലിൽ വരുമ്പോൾ പേഴ്സോണിഫിക്കേഷൻ ആണ് സംഭവം. സിംബല്, അതുപോലെ മെറ്റഫർ, സിമിലി, ഇതൊക്കെ തമ്മിൽ ചെറിയ സാദൃശ്യങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, now let us go to the next question. Answer the following questions in a sentence or two. 1 or 2 സെന്റൻസിൽ ആൻസർ ചെയ്യാൻ പറഞ്ഞതിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കൂ. ആരാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നത്? ഒരാൾ വായിച്ചോളൂ. ഇർഫാൻ വായിക്കാമോ? ഹലോ ഇർഫാൻ. വേറെ ബുക്കില്ല. ബുക്കില്ല. ഓക്കെ, ഇർഫാൻ ആരുടെങ്കിലും ബുക്കുള്ള ഒരാളുടെ പേരൊന്ന് പറയാമോ? ബുക്ക് ഫോട്ടോ എടുത്ത് ഒന്ന് ഇതിലാക്കി പിന്നെ വാട്സപ്പിൽ വിട്ട് തരാൻ ആരോടെങ്കിലും റിക്വസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ അതിനു വേണ്ടിയാണ്. നമ്മളെ ഗ്രൂപ്പ് വളരെ സജീവമാണ്. സ്വാതി പ്രസന്റ് അല്ലേ? സ്വാതി സാറേ, കുറെ ആൾക്ക് ഇത് കട്ടായി പോയിട്ടുണ്ടോ? ഓക്കെ 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 ഓക്കെ, ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചോളൂ. ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഈസ് ദ ഓട്ടം കാൾഡ് ദ സീസൺ ഓഫ് മിസ്റ്റ് ആൻഡ് മെലോ ഫ്രൂട്ട്ഫുൾനെസ്? ഈ സീസണെ മിസ്റ്റ്, Why is the യെസ്. ഓക്കെ, താങ്ക് യു ഹന്ന ഫോർ റീഡിങ് ദ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ഓട്ടം സീസണെ സീസൺ ഓഫ് മിസ്റ്റ് ആൻഡ് മെലോ ഫ്രൂട്ട്ഫുൾനെസ് എന്ന് പറയാനുള്ള കാരണം? പറയാം ആർക്കെങ്കിലും അതിന്റെ ആൻസർ? സീസൺ ഓഫ് മിസ്റ്റ് ആൻഡ് മെലോ ഫ്രൂട്ട്ഫുൾനെസ്, ആരെങ്കിലും ഒരാൾ പറഞ്ഞോളൂ. ബെറ്റർ. പറയാൻ മടിയുള്ളവർക്ക് വേണമെങ്കിൽ എഴുതിയിടുകയും ചെയ്യാം. ഓക്കെ, നമ്മള് ഫസ്റ്റ് ഏത് സ്റ്റാൻസയിലാണ് അത് വരുന്നത്? ഏത് സ്റ്റാൻസയിലാണ് വരുന്നത്? ഫസ്റ്റ് സ്റ്റാൻസയിലാണ് സീസൺ ഓഫ് മിസ്റ്റ് ആൻഡ് മെലോ ഫ്രൂട്ട്ഫുൾനെസ്. അറിയില്ലേ ആൻസർ? പറഞ്ഞോളൂ, അറിയുന്നവരൊന്ന് പറഞ്ഞോളൂ. ബിക്കോസ് ഇൻ ദിസ് സീസൺ, ഈ ഓട്ടം സീസണിലാണ് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത്. ഈ ഓട്ടം സീസൺ ഈസ് എ സീസൺ ഓഫ് മിസ്റ്റ് ആൻഡ് വേരിയസ് ഫ്രൂട്ട്സ് റൈപ്പൻസ് ഡ്യൂറിങ് ദിസ് സീസൺ. ഈ സമയത്താണ് ഫ്രൂട്ട്സ് ഒക്കെ പാകമാവുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഹൂ ഈസ് കോൾഡ് ദ ബോസം ഫ്രണ്ട് ഓഫ് മെച്ചുറിങ് സൺ? മെച്ചുറിങ് സണ്ണിന്റെ ബോസം ഫ്രണ്ട് എന്ന് വിളിച്ചിരിക്കുന്നത് ആരെയാണ്? Autumn season. ഓട്ടം സീസൺ. വെരി ഗുഡ്. ഓട്ടം
ഓട്ടം സീസണ് തന്നെയാണ് ഒരു ഫ്രണ്ടായിട്ട്. മെച്ചുറിങ് സണ്ണിന്റെ ഫ്രണ്ട് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. വളർന്നുകൊണ്ടിരിക്കുന്ന സൂര്യൻ, അവിടെ മെച്ചുറിങ് സണ്ണിന് അവിടെ ഒരു പെർസോണിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. സൂര്യൻ ഒരിക്കലും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ശരിക്കും? അതായത് സീസൺ അനുസരിച്ച് ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുന്നു മാത്രമാണ്. ഓക്കെ, അപ്പം ബോസം ഫ്രണ്ട് ഓഫ് മെച്ചുറിങ് സണ്ണിന്റെ ബോസം ഫ്രണ്ട് എന്ന് പറയുന്നത് ഓട്ടം. ഓക്കെ, വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ദ മ്യൂസിക് ഓഫ് ഓട്ടം? ഓട്ടം സീസണിന്റെ മ്യൂസിക്കിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇനി വരുന്ന ബാക്കി ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ ഒന്ന് കണ്ടെത്തുക. പരമാവധി ആൻസേഴ്സ് കണ്ടെത്തി ഒരു പ്രിപ്പറേഷനോട് കൂടി നെക്സ്റ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. ഇത്രയും നമ്മൾ ഇന്ന് മനസ്സിലായ കാര്യങ്ങളുടെ ഒരു ബ്രീഫ് നോട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ചിടുക. സെക്കൻഡ് സ്റ്റാൻസയും തേർഡ് സ്റ്റാൻസയുടെ ഒരു ചെറിയൊരു അനാലിസിസ്, അതിൻ്റെ ഒരു ബ്രീഫ്, ഒരു 2-3 സെന്റൻസിൽ ഓരോ സ്റ്റാൻസയെ കുറിച്ചും എഴുതിയാൽ മതി. ഓക്കെ, അത് എഴുതിയിടുക. ക്വസ്റ്റ്യൻസ് നല്ലപോലെ വായിക്കുക, അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും നമുക്ക് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം. യെസ്, നോട്ട്ബുക്കിൽ നിങ്ങൾ ഈ സെക്കൻഡ് സ്റ്റാൻസയുടെയും തേർഡ് സ്റ്റാൻസയുടെയും ചെറിയ ബ്രീഫ്, അതായത് അതിൽ എന്തൊക്കെയാണ് പറയുന്നതിനെ കുറിച്ചുള്ള ഒരു 2-3 സെന്റൻസ് ഓരോ സ്റ്റാൻസയെ കുറിച്ച് എഴുതുക. ഓൾറെഡി നിങ്ങൾ മറ്റ് ഫസ്റ്റ് സ്റ്റാൻസയെ കുറിച്ച് എഴുതി കഴിഞ്ഞല്ലോ, അത് എഴുതിയിട്ടോളൂ. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിക്കുക, അതിന്റെ ആൻസേഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുക. കിട്ടാത്ത ആൻസറിനെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, then see you. Thank you for responding to the questions and for coming to the class and responding very actively in the class. Thank you all for your support once again. Let us stop now. Okay, bye.